തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ അരോമ ക്ലാസിക്കിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടൻ ദിലീപ് ശങ്കറിന്റെ മൃതദേഹം പോലീസ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുള്ളതിനാൽ തന്നെ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ കൂടി എത്തിയതിനു ശേഷമാണ് സുരക്ഷിതമായി പൊതിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റിയത്. സീരിയൽ ഷൂട്ടിങ്ങിനും മുറിയിൽ താമസിക്കുമ്പോഴും മറ്റും ഉടുക്കുന്നതിനായി അദ്ദേഹം കൊണ്ടുവന്ന നിരവധി മുണ്ടുകളിലാണ് അവസാനമായി അദ്ദേഹത്തെ പൊതിഞ്ഞത്. പഞ്ചാഗ്നി എന്ന സീരിയലിൽ മുണ്ടും ഷർട്ടുമാണ് അദ്ദേഹം സ്ഥിരമായി ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വസ്ത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് എത്തിയതും. 2 ദിവസം കഴിഞ്ഞുള്ള ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ മുറിയിൽ തന്നെ വിശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ തേടി മരണമെത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്ത ദിലീപ് ശങ്കറിന്റെ ഭാര്യയെയും മക്കളെയും നടുക്കിയിരിക്കുകയാണ്. 5 നാൾ മുന്നെയാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ദിലീപ് ജോയിൻ ചെയ്തത്. 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് 2 ദിവസം ബ്രേക്ക് ആയിരുന്നു. അതിനിടെ സഹപ്രവർത്തകർ വിളിച്ചിരുന്നെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. എപ്പോഴും ഫോൺ എടുക്കുന്ന പതിവ് അദ്ദേഹത്തിന് ഇല്ലാത്തതിനാൽ തന്നെ ആരും അതത്ര കാര്യമാക്കിയുമില്ല. എന്നാൽ ഇന്ന് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനിരിക്കെ ഇന്നലെ രാത്രി പ്രൊഡക്ഷനിൽ നിന്നും മാനേജർ വിളിച്ചിട്ടും ഫോൺ എടുക്കാതായതോടെയാണ് സീരിയലിന്റെ അണിയറ പ്രവർത്തകർ രാവിലെ തന്നെ ഹോട്ടലിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഹോട്ടൽ മുറിയിൽ നിന്നും അസ്വാഭാവികമായ ദുർഗന്ധം വമിക്കുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും. ഉടൻ തന്നെ അവർ പോലീസിനെയും വിളിച്ചിരുന്നു. അപ്പോഴാണ് ദാരുണമായ ഈ മരണവിവരം പുറം ലോകം അറിഞ്ഞത്. അദ്ദേഹം ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വന്നുപോയിരുന്ന ആളായിരുന്നു. സ്ഥിരം താമസിക്കുന്ന ഹോട്ടലുമായിരുന്നു ഇത്. ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിൽ നിന്നും മിക്കവാറും ഭക്ഷണം കഴിക്കാനും എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ജീവനക്കാരും അദ്ദേഹത്തെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. എന്നാൽ ദിലീപ് ശങ്കർ മുറിയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായതുമില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഷൂട്ടിങ്ങിനോ മറ്റോ ഒക്കെ പുറത്തേക്ക് പോയി കാണുമെന്നാണ് കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്ത പ്രിയപ്പെട്ടവരെയും താരങ്ങളെയും എല്ലാം തകർത്തിരിക്കുകയാണ്. അതിനിടെയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച പഞ്ചാഗ്നി എന്ന സീരിയലിലെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വേദനയായി മാറുന്നത്. പരമ്പരയിലെ ശ്യാമള എന്ന കഥാപാത്രത്തിനൊപ്പം തകർത്തഭിനയിക്കുന്ന ദിലീപിന്റെ ചന്ദ്രൻ എന്ന കഥാപാത്രം വേദനയായി മാറുകയാണ് ഇപ്പോൾ ആരാധകർക്കും സഹതാരങ്ങൾക്കും. അതേസമയം ദിലീപ് ശങ്കറിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഞ്ചാഗ്നി സീരിയലിന്റെ സംവിധായകൻ മനോജ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നില്ല. ഇടയ്ക്ക് ചികിത്സ മുടങ്ങുകയും ചെയ്തിരുന്നു. എറണാകുളം സ്വദേശിയാണ് ദിലീപ് ശങ്കർ. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതും കാത്തിരുന്ന ഭാര്യയ്ക്കും മക്കൾക്കും ഇടയിലേക്കാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.